നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത മുണ്ടക്കൈ പുനരധിവാസം, എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകളിൽ മാതൃകാ ടൗൺഷിപ്പ് എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. വയനാടുമായി ബന്ധപ്പെട്ട മറ്റ് 2 വാർത്തകൾ കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ശ്രുതിക്ക് ജോലി, അനാഥരായ 6 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ. മറ്റൊരു വാർത്ത വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും. അടുത്ത വാർത്തകൾ PR ഏജൻസി ഇല്ല എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സർക്കാരോ താനോ ഒരു PR ഏജൻസിയെയും വാർത്ത നൽകാനായി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം, ത്രിതല അന്വേഷണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളും ഒപ്പം മുഖ്യമന്ത്രിയുടെ ചിത്രവും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. മഞ്ഞുമലയിൽ 56 വർഷം മുൻപുണ്ടായ വിമാനാപകടം, മലയാളി സൈനികന്റെ സംസ്കാരം ഇന്ന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മലയാളികളുടെ കീരിക്കാടൻ വിടവാങ്ങി. കിരീടം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടൻ കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് അന്തരിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. കൊലവെറിയോടെ ഇസ്രായേൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കരയുദ്ധത്തിൽ ഹിസ്ബുള്ളയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ ലെബനനിൽ വ്യോമാക്രമണം തീവ്രമാക്കി ഇസ്രായേൽ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. 6 ബിൽ പരിഗണിക്കും, നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഡൽഹി ആശുപത്രിയിൽ ഡോക്ടറെ വെടിവെച്ച് കൊന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ മോഹൻരാജ് അഥവാ കീരിക്കാടൻ ജോസ് അന്തരിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത ഇടതുവശത്തായി ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ PR ഏജൻസി പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ മുഖ്യമന്ത്രി എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് നൽകിയിരിക്കുന്നത് ഒരു വലിയ ചിത്രമാണ്. നവരാത്രി വിഗ്രഹങ്ങൾക്ക് ഇന്നലെ കരമനയിൽ നൽകിയ സ്വീകരണം എന്ന ക്യാപ്ഷനാണ് നൽകിയിരിക്കുന്നത്. നവരാത്രിയോടനുബന്ധിച്ചുള്ളൊരു ചിത്രമാണിത്. ഈ വാർത്തയ്ക്ക് തൊട്ടടുത്തായി കൊടുത്തിരിക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി എന്ന വാർത്തയാണ്. രാഷ്ട്രസേവികാ സമിതി വിജയദശമി ആഘോഷം ഇന്ന് എന്ന വാർത്തയും, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 11-ന് അവധി എന്ന വാർത്തയും, നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റ് പ്രാധാന്യമുള്ള വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ തിരുനാവായ പാലം നിർമ്മാണത്തിന് ഹൈക്കോടതിയുടെ വിലക്ക് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കേളപ്പജി സ്മാരകം തകർത്തും ക്ഷേത്രവഴി തടഞ്ഞും ഭാരതപ്പുഴയ്ക്ക് കുറുകെ തവനൂർ തിരുനാവായ പാലം ഏകപക്ഷീയമായി പണിയുന്നത് ഹൈക്കോടതി വിലക്കി എന്ന രീതിയിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ ആ വാർത്തയെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, ഓമനത്തിങ്കൾ കിടാവോ അജീഷിന് ഫസ്റ്റ് A ഗ്രേഡ് എന്ന തലക്കെട്ടോടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന വരികൾക്കൊപ്പം നടനവിസ്മയം തീർത്ത് കണ്ണൂരിൽ ഇന്നലെ ആരംഭിച്ച സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ മോഹിനിയാട്ട വിഭാഗത്തിൽ SL അജീഷിന് ഫസ്റ്റ് ഗ്രേഡ് ലഭിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനം എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് റിപ്പോർട്ട് തേടിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിൽ ആദ്യം തന്നെ വളരെ വിശദീകരിച്ച് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത PR-ൽ ഉരുണ്ടുകളി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ദ ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിലെ മലപ്പുറം വിരുദ്ധ പരാമർശം സർക്കാരിനെ വെട്ടിലാക്കിയിട്ടും കൃത്യമായ മറുപടിയില്ലാതെ ഉരുണ്ടുകളിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന തരത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിലൊരു രസകരമായ കാർട്ടൂണും നൽകിയിട്ടുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കുറേ ചോദ്യങ്ങളും, അതായത് 5 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ തടവുകാരോടുള്ള ജാതി വിവേചനം നിർത്തണം എന്ന് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനം നൽകിയിട്ടുണ്ട്. 2 കോളം വാർത്തയായിട്ട്. താഴേക്ക് വരുമ്പോൾ വൈവാഹിക ബലാത്സംഗം കുറ്റമാക്കരുതെന്ന് കേന്ദ്രം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കീരിക്കാടൻ ജോസ് മടങ്ങിപ്പോയി, നടൻ മോഹൻരാജ് അന്തരിച്ചു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരം അന്തരിച്ചതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ്. മറ്റു പത്രങ്ങളിലെ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചുള്ള വാർത്ത ഒരു പേജിന്റെ പകുതിയോളം കവിയുന്ന വിധത്തിൽ മനോരമ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ രസകരമായ രീതിയിലാണ് മനോരമ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. PR അഭിമുഖം, വിവാദത്തിൽ അന്വേഷണമോ നടപടിയോ ഇല്ല, ചിരിച്ചു ക്ഷമിച്ചു, പറയാത്തത് തിരുകി കയറ്റി, എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചില്ല എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളും സബ് ഹെഡിങ്ങുകളും നൽകിക്കൊണ്ടാണ് ആ വാർത്തയെ വിശദീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു കാർട്ടൂണും വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഹഹഹ അല്ല വേണ്ടത് മറുപടി എന്ന VD സതീഷിന്റെ ഒരു പ്രതികരണവും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഈ വാർത്തയോട് ചേർന്ന് തന്നെയാണ് പൂരം കലക്കലിൽ അന്വേഷണ പൂരം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് RSS ബന്ധത്തിലും തൃശൂർ പൂരം കലക്കലിലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് പൂരം കലക്കലിൽ മുഖ്യമന്ത്രി ത്രിതല തുടരന്വേഷണം പ്രഖ്യാപിച്ചു എന്ന വാർത്ത നൽകിയിരിക്കുന്നത്.
മനോരമയിലും ജയിൽ ജാതി വിവേചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു 2 കോളം വാർത്ത മനോരമയിൽ നൽകിയിട്ടുമുണ്ട്. ഒപ്പം നടൻ മോഹൻരാജ് അന്തരിച്ചതിനെക്കുറിച്ചുള്ള വാർത്തയും മനോരമയിൽ കാണാം. ADGPയുടെ റിപ്പോർട്ട് ഇന്ന് അജിത്തിനെ മാറ്റിയേക്കും എന്ന തലക്കെട്ടും PV അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്ന സബ് ഹെഡിങ്ങും നൽകിക്കൊണ്ട് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അജിത്തിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവയിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DGP S ദർവേഷ് സാഹിബ് ഇന്ന് സർക്കാരിന് നൽകും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി മന്ത്രിമാറ്റം ഉടനില്ല, ശശീന്ദ്രൻ തുടരും എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ആദ്യം തന്നെ വളരെ വിശദമായി കാർട്ടൂണുകളൊക്കെ നൽകിക്കൊണ്ട് മനോരമയെ പോലെ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറ്റം നടത്തി എന്ന തരത്തിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. അടവ് ഒഴിവ് എന്ന ഒരു രസകരമായ തലക്കെട്ടും നൽകിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ എന്ന വാർത്ത, ശ്രുതിക്ക് ജോലി, അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം എന്ന വാർത്ത, യൂറോപ്യൻ കയറ്റുമതി യന്ത്രം 1 വർഷം സാവകാശം എന്നിങ്ങനെയുള്ള വാർത്തകൾ ചെറിയ ചെറിയ കോളങ്ങളിലായി നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ലെബനനിലെ കരയുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. കരയുദ്ധം വ്യാപിച്ചേക്കും എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായി കീരിക്കാടൻ ജോസ് അന്തരിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളിലെ പോലെ തന്നെ മാതൃഭൂമിയിലും ജയിലിൽ ജാതി വേണ്ട എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ജയിലിലെ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം ഛത്തീസ്ഗഡിൽ ശാഖ തുറന്ന് SBIയുടെ വ്യാജൻ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യാജ ശാഖ തുറന്ന് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം വാഹന രജിസ്ട്രേഷൻ നിയമം മാറുന്നു, ഏത് ഓഫീസും തിരഞ്ഞെടുക്കാം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വാഹനയുടമയുടെ സൗകര്യാർത്ഥം സംസ്ഥാനത്തെ ഏത് മോട്ടോർ വാഹന ഓഫീസിലും പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയും വിധം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്തുന്നു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിലും മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി എന്ന തരത്തിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മനോരമ, മാതൃഭൂമി എന്നിവയെ പോലെ തന്നെ ഒരു കാർട്ടൂണും അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഈ വാർത്തയുടെ ഇടതുഭാഗത്തായി മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ റിപ്പോർട്ട് തേടി ഗവർണർ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റ് ചെറിയ ചെറിയ വാർത്തകൾ എന്ന് പറയുന്നത് നവരാത്രി 11 കോളേജുകൾക്കും അവധി, നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം എന്നിങ്ങനെയുള്ള വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ തൃശൂർ പൂരം അലങ്കോലമാക്കൽ, ADGPയെ തൊടാതെ വീണ്ടും ത്രിതല അന്വേഷണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടുതാഴെ ജാതി വിവേചനത്തിന്റെ ജയിൽ ചട്ടം സുപ്രീം കോടതി റദ്ദാക്കി, ജയിലിൽ ജാതി വേണ്ട എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ജാതി വിവേചനത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് കീരിക്കാടൻ ജോസ് അന്തരിച്ചതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ഇടപെട്ടു, മന്ത്രി ശശീന്ദ്രൻ തുടരും എന്ന വാർത്തയും മാധ്യമത്തിൽ കാണാം. ഏറ്റവും ഒടുവിലത്തെ പത്രം ദീപികയാണ്. ദീപികയിലും മുഖ്യമന്ത്രിയുടെ PR വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു പത്രങ്ങളെ പോലെ അത്ര വിശദീകരിച്ചല്ല ദീപിക നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ ആ വാർത്ത ദീപികയിൽ കാണാൻ സാധിക്കും. ദീപികയിലും മറ്റു പത്രങ്ങളിലെ പോലെ തന്നെ ജയിലുകളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജാതി വിവേചനത്തിന് സുപ്രീം കോടതി തടയിട്ടതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടുതാഴെ കുക്കികൾ ബന്ദികളാക്കിയ മെയ്തേ യുവാക്കൾ മോചിതരായി എന്ന വാർത്ത ദീപിക നൽകിയിട്ടുണ്ട്. ആരോപണം മാത്രം, DGPക്ക് മാറ്റമില്ല, പൂരം കലക്കലിൽ വിശദമായ അന്വേഷണം നടത്തും എന്ന വാർത്ത ഒരു 2 കോളത്തിലായി ദീപികയിൽ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഹേമ കമ്മിറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്, മൊഴി നൽകിയവർക്ക് കേസിന് പോകാൻ താല്പര്യമില്ല എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ടെങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. വയനാട് പ്രത്യേക കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്ന വാർത്തയും, ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ, 60 ഭീകരരെ വധിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി NCPയിലെ മന്ത്രിമാറ്റം, ക്ഷമ വേണം, നേതാക്കളോട് കാത്തിരിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളും പ്രധാന തലക്കെട്ടുകളും. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.